ഹായ്, ഞാൻ ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കം എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം എന്ന് പറയുന്നത് ഗുഗേഷ് ചാമ്പ്യൻ ആയതുകൊണ്ട് മാത്രമല്ല, ഗുഗേഷ് ചാമ്പ്യൻ ആയത് വളരെ ഇത്രയും ഒരു യങ് ഏജിലാണ്. 18ാമത്തെ വയസ്സ്, 18 ടീനേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവത്വത്തിൽ ഏറ്റവും കുഴപ്പം പിടിച്ച പ്രായം എന്നെല്ലാവരും പറയുന്നത്. ടീനേജ് പിള്ളേരെ കൈകാര്യം പാടുന്നൊക്കെ എല്ലാവരും പറയുന്നത്. ആ ടീനേജിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ കുസൃതികൾ കാണിച്ചു കിടക്കുന്ന പ്രായത്തില് ഒരു എന്താ പറയുന്ന ഒരു സെയിന്റിന്റെ മുഖഭാവത്തോടു കൂടി ഒരു സെയ്ജിനെ പോലെ ഈ 18ാം വയസ്സിൽ ഒരാൾക്ക് കിട്ടുന്ന മെച്യൂരിറ്റിയുടെ 10 മടങ്ങ് മെച്യൂരിറ്റി കാണിച്ച് ചെസ് ബോർഡിന്റെ മുന്നിൽ, നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടായിരിക്കും ഒരു പക്ഷെ, ഈ കളി കഴിഞ്ഞതിന് ശേഷം പുള്ളി എല്ലാ കരുക്കളും തിരിച്ചു പറക്കിയ ചെസ് ബോർഡിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ വച്ചിട്ട് ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ട് അവിടെ തന്നിട്ട് പോയത്. അത്രയും മെച്യൂരിറ്റി ഒരു 40-കാരനോ 50-കാരനോ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്തായാലും ഇന്ത്യയുടെ ചെസ്സിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ചെന്നൈയാണ്. വിശ്വനാഥൻ ആനന്ദിലാണ് തുടങ്ങുന്ന. ആനന്ദ് ചെന്നൈക്കാരനാണ്, ഡി ഗുഗേഷ് ചെന്നൈക്കാരനാണ്, പ്രജ്ഞാനന്ദ ചെന്നൈക്കാരനാണ്. അങ്ങനെ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റേഴ്സിൽ ഒരു വലിയ വിഭാഗം ആൾക്കാർ ചെന്നൈയിലാണ്. അതുപോലെ വേലമ്മാൾ സ്കൂൾ എന്ന് പറയുന്നത് ചെന്നൈയിലെ ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഇന്ത്യക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേ വേലമ്മാൾ സ്കൂളിന്റെ പ്രോഡക്റ്റ് ആണ് ഗുഗേഷും. ഗുഗേഷ് 18ാമത്തെ വയസ്സിൽ ലോക ചാമ്പ്യൻ ആവുമ്പോൾ 40 വർഷമായിട്ട് നിലനിന്നിരുന്ന റെക്കോർഡാണ് തകരുന്നത്. ഗാരി കാസ്പറോവ് എന്ന് പറയുന്ന റഷ്യക്കാരന്റെ റെക്കോർഡ്. ഗാരി കാസ്പറോവ് 1985-ലോ 84-ലോ കണ്ടാണ് അനറ്റോലി കാർപോവ് എന്ന് പറഞ്ഞ മറ്റൊരു റഷ്യക്കാരനെ തോൽപ്പിച്ചുകൊണ്ട് ലോക ചാമ്പ്യനായി 22ാമത്തെ വയസ്സിൽ. പക്ഷെ ഗുഗേഷ് 18ാമത്തെ വയസ്സിൽ. ഇനി ഗുഗേഷിന്റെ കാലമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ അപ്പോഴും ഗുഗേഷിന് വലിയ വെല്ലുവിളികൾ വരും. അത് ഇന്ത്യക്കകത്ത് തന്നെ ആയിരിക്കും. പ്രജ്ഞാനന്ദയും അർജുൻ എരിഗാസിയൊക്കെ ആയിരിക്കും ഗുഗേഷിന്റെ ഏറ്റവും വലിയ ചലഞ്ചേഴ്സ്. ഈ മാഗ്നസ് കാൾസൺ എന്നൊക്കെ പറയുന്ന ഓൾ ടൈം ഗ്രേറ്റ് ടെന്നീസ് പ്ലേയേഴ്സിന്റെ ലെവലിലേക്ക് ഗുഗേഷ് ഒക്കെ വളരുമെന്ന് മാത്രമേ ഇനി നോക്കാവുള്ളൂ. അപ്പൊ ഇന്ത്യൻ ചെസ്സിന്റെ ഏറ്റവും സുവർണ്ണ കാലഘട്ടത്തിൽ കൂടെ ആയിരിക്കും ഇനി കടന്നു പോകാൻ പോകുന്ന കാര്യം. ചെസ് ഒളിമ്പിയാഡ് എന്ന് പറയുന്ന സംഭവം, അതിൽ ഗോൾഡ് മെഡൽ പുരുഷന്മാരിലും വനിതകളിലും ഫോർ ദ ഫസ്റ്റ് ടൈം ഇന്ത്യ won this year chess olympiad gold medal in the women category and men category, and after that Gugesh won the world chess championship. So it is a double happiness for India. അപ്പോ ഇന്ത്യയുടെ ചെസ്സിലെ സുവർണകാലം തുടങ്ങുന്നു, അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോ അതാണ് ഇന്നത്തെ ഹിന്ദുവിലെ ആദ്യത്തെ ന്യൂസ്. രണ്ടാമത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്സ് ബിൽസ് ഓൺ സൈമിൾട്ടേനിയസ് പോൾസ്, one nation one election. You all were heard about that project of Narendra Modi government in the last NDA 2 government itself. At that time, they appointed a committee under the former president of India, Ramnath Kovind, to study about the one nation one election proposal. What is one nation one election? All the state elections of India will simultaneously conduct with the Lok Sabha election of India. That is the core idea of one nation one election. Okay, appo അതുമായിട്ട് ബന്ധപ്പെട്ട if government of India wants to do that simultaneous elections, they have to do some amendments in the Indian constitution. They have to do some amendments in the Indian constitution. For that, they are going to introduce 2 bills in Indian parliament. 2 bill. ഒന്ന് ഈ simultaneous elections നടത്താൻ വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. The second one എന്ന് പറയുന്നത്, ഇന്ത്യയിൽ 2 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്, ഡൽഹിയും പുതുച്ചേരിയും. ദീസ് 2, ഡൽഹിയും പുതുച്ചേരി മാത്രമല്ല, ഇപ്പം ജമ്മു ആൻഡ് കാശ്മീർ will get back its statehood within no time. I think in this year itself, in 2025 itself, Jammu and Kashmir will get its statehood back. So technically now Jammu and Kashmir is also a union territory having legislature. India is having 3 union territories, Jammu and Kashmir, Puducherry and Delhi, having legislature and a chief minister. Jammu and Kashmir's chief minister is Omar Abdullah, Delhi's chief minister is Adishi, and Puducherry chief minister Narayana Swamy. അങ്ങനെ കണ്ടല്ലേ അദ്ദേഹത്തിന്റെ പേര്. അപ്പോ ഈ പറഞ്ഞ യൂണിയൻ ടെറിട്ടറീസിന്റെ ഇലക്ഷനും കൂടെ ഈ വൺ നേഷൻ വൺ ഇലക്ഷന് ഒപ്പം നടത്തണമെങ്കിൽ അതിന് സെപ്പറേറ്റ് അമെന്റ്മെന്റ് വേണം. യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്ന സ്റ്റേറ്റ് അല്ലല്ലോ. അപ്പൊ ദാറ്റ് നീഡ് എ സെപ്പറേറ്റ് അമെന്റ്മെന്റ്. അപ്പൊ അതിനുള്ളൊരു അമെന്റ്മെന്റും, അങ്ങനെ 2 അമെന്റ്മെന്റിന് വേണ്ടിയുള്ള ബില്ലുകളാണ് ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ള. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ദ യൂണിയൻ ക്യാബിനറ്റ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ ആ പ്രൊസീജിയർ. ഇഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വാണ്ട്സ് ടു ഇംപ്ലിമെന്റ് എ ന്യൂ ലോ ഇൻ ഇന്ത്യ, they will first pass that draft bill in cabinet meeting. Cabinet meeting will be chaired by Prime Minister of India. Cabinet meeting will be chaired by Prime Minister of India. Under the chairmanship of Indian Prime Minister, Cabinet will approve the bill first. After that, it will go to Lok Sabha or Rajya Sabha. അങ്ങനെയാണ് പ്രൊസീജിയർ.
ഒന്നുകിൽ ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭയിൽ എവിടെയാണോ അത് ആദ്യം പാസ്സാവുന്നത് അതിന്റെ അടുത്ത ഹൗസിലേക്ക് അതിന് ശേഷം പോകുന്നു, അവിടെയും പാസ്സാവുന്നു. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ബി സൈൻഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇറ്റ് വിൽ ബി അപ്രൂവ്ഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ദെൻ ഇറ്റ് വിൽ ബിക്കം ദ ലോ. അണ്ടിൽ ദാറ്റ് ടൈം ഇറ്റ് വിൽ ബി നോൺ ആസ് ബിൽ, അല്ലേ? പ്രസിഡന്റ് സൈൻ ചെയ്യുന്നവരെ അതിനെ ബിൽ എന്നേ അറിയപ്പെടുള്ളൂ. അപ്പൊ എന്തായാലും യൂണിയൻ ക്യാബിനറ്റ് ഇന്ത്യയിൽ 1 നേഷൻ 1 ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബില്ല് കൊണ്ടുവരാൻ പോയാണ് പാർലമെന്റിൽ. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തു ബില്ല്. ഓക്കെ, അപ്പം ഇതിനു വേണ്ടിയുള്ള ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റഡ് എ കമ്മിറ്റി ഇൻ 2023 ഐ തിങ്ക്. അതിന്റെ ചെയർമാൻ ആരാണെന്ന് പഠിച്ചു വെച്ചേക്കണം. രാംനാഥ് കോവിന്ദ്, ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഫോമർ പ്രസിഡന്റ്. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോൾ അപ്പെക്സ് കോർട്ട് ഫ്രീസസ് സ്യൂട്ട്സ് ഓൺ ക്ലെയിംസ് ഓവർ പ്ലേസസ് ഓഫ് വർഷിപ്പ്. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ പോയാണ് ഇന്ത്യൻ സുപ്രീം കോർട്ട്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, the Chief Justice of India, is going to head a bench examining the validity of Places of Worship Act 1991. But before that, വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തു. ഒരു പ്ലേസസ് ഓഫ് വർഷിപ്പിലും ഒരു സർവേയും തൽക്കാലം കണ്ടക്ട് ചെയ്യരുത്. ഏതെങ്കിലും സർവേ ഇപ്പൊ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്കംസ് റിലീസ് ചെയ്യരുത്. ദാറ്റ് ഈസ് എ വെരി ഗുഡ് ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ആൻഡ് ഇൻ മൈ ഒപ്പീനിയൻ, the Supreme Court of India should uphold the constitutional validity of Places of Worship Act 1991 to uphold the fraternity and secularism of India. അല്ലേ? ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു മതത്തിന്റെ മാത്രം ലാൻഡ് അല്ല. ഇന്ത്യയിൽ വലിയ പോപ്പുലേഷനുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഈ രാജ്യം ഇങ്ങനെ നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഒരു സാഹോദര്യത്തിൽ ജീവിക്കണം. അതിന് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് പോലുള്ള ആക്ടുകൾ അവിടെ ഉണ്ടായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫർദർ ആയിട്ടുള്ള ക്ലെയിംസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഓരോ ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയൊക്കെ മുകളിൽ. that will turn apart the religious character of India, secular character of India. അത് ഒരിക്കലും നല്ലതല്ല ഇൻ ദ ലോങ് റൺ. പാകിസ്ഥാൻ ആയി പോകും ഇന്ത്യ കുറെ കാലം കഴിയും, അല്ലെങ്കിൽ ബംഗ്ലാദേശ് ആയി പോകും. അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. അപ്പൊ എന്തായാലും പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇപ്പം നിലവിലുള്ള ഈ പ്ലേസ് ഓഫ് വർഷിപ്പുകളുടെ മുകളിലെല്ലാം ഉള്ള എല്ലാ ക്ലെയിംസും ഫ്രീസ് ചെയ്തേക്കാണ് സുപ്രീം കോടതി. നല്ല കാര്യം. പിന്നെ താഴോട്ട് വരുമ്പോൾ വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് പേജിൽ. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജിൽ ഇപ്പോ മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിഞ്ഞു, ജാർഖണ്ഡ് ഇലക്ഷൻ കഴിഞ്ഞു. Maharashtra election was won by BJP and its allies, and Jharkhand election was won by Hemant Soren and their ally Congress. Okay, Hemant Soren JMM എന്ന് പറഞ്ഞ പാർട്ടിയാണ്. അപ്പൊ ഈ രണ്ട് ഇലക്ഷനും വിൻ ചെയ്തത് മെയിൻലി ബിക്കോസ് ഓഫ് ദ വോട്ട് they got from the women community, and both these states gave some financial doles aimed at women. ഇത് എമുലേറ്റ് ചെയ്യാൻ പോയാണ് ഡൽഹി. നെക്സ്റ്റ് ഇലക്ഷൻ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഡൽഹി. ഫെബ്രുവരിയിലാണ് ഡൽഹി ഇലക്ഷൻ വരാൻ പോകുന്നത്. അപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയാണ് ഡൽഹി 2 ടൈം ആയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലായി സ്ത്രീകൾക്ക് ഫിനാൻഷ്യലി ഇങ്ങനെ കുറെ ഇൻസെന്റീവ്സ് കൊടുത്താൽ സ്ത്രീകളുടെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ സ്ത്രീകളെ എയിം ചെയ്ത് അവർക്ക് അത് വെറുതെ പറഞ്ഞു, അതിന്റെ ആവശ്യം നമുക്കില്ല, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ ahead of PM's visit, UP CM reviews കുംഭ് പ്രിപ്പറേഷൻ. കുംഭമേളയെ കുറിച്ച് ഞാൻ പലതവണ പറഞ്ഞു. യുപിയിലെ പ്രയാഗ്രാജില് 12 years ഒരിക്കലാണ് മഹാകുംഭമേള നടക്കുന്നത്. മഹാകുംഭമേള once in 12 years in പ്രയാഗ്രാജ്, ഉത്തർപ്രദേശ്, അല്ലേ? The largest religious congregation of the world. More than 45 crores of people will attend this year's Mahakumbh Mela as per the ഓർഗനൈസേഴ്സ് ഓഫ് മഹാകുംഭ്. അപ്പൊ അവരുടെ ഓർഗനൈസേഴ്സ് പറയുന്നത് ഈ വർഷം 45 കോടി പേര് അതിൽ പങ്കെടുക്കുമെന്നാണ്. അപ്പം അതിനെ കുറിച്ച് ഒരു ന്യൂസ് അവിടെ കാണാം. പിന്നെ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു ന്യൂസ്, RTI അവാർഡ് ഫോർ കേരള ഫോർ എക്സംപ്ലറി പെർഫോമൻസ്. RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം, അല്ലെ? ഇന്ത്യയിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കൊണ്ടുവന്ന RTI ആക്ട് എന്ന് പറയുന്നത്. അതിന്റെ അണ്ടറിൽ ഇന്ത്യയിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഒക്കെ ഉണ്ട്, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അതായിരുന്നു പഠിച്ചു വെച്ചേക്കണം. ഹീരാലാൽ സമരിയ, ഇന്ത്യയുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ഹീരാലാൽ
Samaria. He is the Chief Information Commissioner of India after the introduction of Right to Information Act in 2005 by Manmohan Singh government. A new position was introduced in India for the implementation of Right to Information Act, and its name is Chief Information Commissioner. Current Chief Information Commissioner is Hiralal Samaria. Okay, Kerala is the best performing state regarding the implementation of Right to Information Act. Right to Information Actന്റെ ഏറ്റവും മികച്ച ഇംപ്ലിമെന്റേഷൻ നടക്കുന്നത് കേരളത്തിലാണ്. അതിനുള്ള അവാർഡ് കേരളത്തിന് കിട്ടി. ഓക്കെ, പിന്നെ വേറെ അവിടെ പേജില് വേണ്ട, വേറെ ഒന്നും വേണ്ട, ഇത്രയേ ഉള്ളൂ. അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോ അതിനടുത്ത പേജിൽ നമുക്ക് അങ്ങനെ അത്യാവശ്യമുള്ള ന്യൂസുകളൊന്നും ഇല്ല. അതൊക്കെ സ്റ്റേറ്റ് ലെവലിലുള്ള ന്യൂസുകളാണ്, നമുക്ക് ആവശ്യമുള്ളതൊന്നുമല്ല. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ ഹേമന്ത് സോറൻ ജാർഖണ്ഡിലെ ചീഫ് മിനിസ്റ്ററിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ കാണാം. വേറെ അവിടെയും പറയാനില്ല. അതിനടുത്ത പേജ് സാറ്റർഡേയിൽ വരുന്ന സ്പെഷ്യൽ പേജുകളാണ്. നമുക്ക് വായിക്കാനുള്ള നല്ല വായിക്കണം എന്നുള്ളൊരു വായിക്കാം. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്നും വേണ്ട. മെട്രോ പ്ലസ്, സ്പോട്ട് ലൈറ്റ് ആണെന്ന് വേണ്ട. ഓക്കെ, ഇനി എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ 2 എഡിറ്റോറിയൽസും, ഫസ്റ്റ് എഡിറ്റോറിയൽ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത എഡിറ്റോറിയലാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചായിരിക്കും? ഡി ഗുഗേഷിനെ കുറിച്ച്. എല്ലാ പത്രത്തിലും അതായിരിക്കും ഒരു എഡിറ്റോറിയൽ. ഞാൻ രാവിലെ ഹിന്ദു കണ്ടു, രാവിലെ എക്കണോമിക് ടൈംസ് കണ്ടു, രാവിലെ മാതൃഭൂമി കണ്ടു. എല്ലാത്തിലും ഒരു എഡിറ്റോറിയൽ ഈസ് റിഗാർഡിംഗ് ദ ജൈജാന്റിക് അച്ചീവ്മെന്റ് ഓഫ് ദിസ് യങ് പ്രൊഡിഗി ഫ്രം ചെന്നൈ, ഡി ഗുഗേഷ്, ദൊമ്മരാജു ഗുഗേഷിനെ കുറിച്ചാണ്. അപ്പൊ അതിനെക്കുറിച്ച് എന്ത് പറയാൻ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഡി ഗുഗേഷ് 18ാമത്തെ വയസ്സിൽ ലോക ചാമ്പ്യൻ ആയിരിക്കുന്നു. 22ാമത്തെ വയസ്സിൽ ഗാരി കാസ്പറോവ് എന്ന് പറഞ്ഞ റഷ്യക്കാരൻ നേടിയ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അപ്പൊ 11ാമത്തെ വയസ്സിൽ ഒരു ഇന്റർവ്യൂവില് ഗുഗേഷ് പറയും എന്താണ് ഗുഗേഷിന്റെ താല്പര്യം എന്ന് ചോദിക്കുമ്പോ 11ാമത്തെ വയസ്സിൽ പറയും എനിക്ക് ലോക ചാമ്പ്യൻ ആവണം എങ്ങ സ്റ്റേജിലെന്ന്. അതിപ്പോ 7 വർഷത്തിനിപ്പുറം, അത് ഇന്നലെ സോഷ്യൽ മീഡിയയിലെല്ലാം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ വീഡിയോ. 7 ഇയേഴ്സിനിപ്പുറം അത് സാധിച്ചു. അപ്പൊ കാൻഡിഡേറ്റ്സ് ടെസ്റ്റ്, ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമായിരിക്കും, ഒരു പക്ഷേ കുറെ പേർക്ക് അറിയായിരിക്കും. കാൻഡിഡേറ്റ്സ് ടെസ്റ്റ് ടൂർണമെന്റ് എന്ന് പറഞ്ഞൊരു ടൂർണമെന്റ് ഉണ്ട്, കാൻഡിഡേറ്റ്സ് ടെസ്റ്റ് ടൂർണമെന്റ്. ആ ടൂർണമെന്റിൽ ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങൾ പങ്കെടുത്തിട്ട് അതിൽ ചാമ്പ്യൻ ആവുന്നവനാണ് നിലവിലുള്ള വേൾഡ് ചാമ്പ്യൻ എപ്പോഴും എതിരിടുന്നത്. അങ്ങനെ കാൻഡിഡേറ്റ്സ് ടെസ്റ്റ് ടൂർണമെന്റ് കഴിഞ്ഞ വർഷം ജയിച്ചിട്ടാണ് ഡി ഗുഗേഷ് ഡിംഗ്ലറിനെതിരെയുള്ള ഫൈനലിസ്റ്റ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ചലഞ്ചർ ആയിട്ട് മാറുന്നത്. അപ്പൊ അതിനുശേഷം അദ്ദേഹം ഈ വർഷം നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ, എനിക്ക് തോന്നുന്നു ബുഡാപെസ്റ്റിലാണ് നടന്നതെന്ന് തോന്നുന്നു ചെസ് ഒളിമ്പ്യാഡ്. ആ ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഗോൾഡ് മെഡൽ ഇൻഡിവിജ്വലി നേടുന്നുണ്ട്. അവിടെ ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡലും കിട്ടും, പ്ലസ് ടീം ഗോൾഡ് മെഡലും ഇന്ത്യക്ക് കിട്ടി. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഗോട്ട് ദ ടീം ഗോൾഡ് മെഡൽ ഫോർ മെൻ ആൻഡ് വിമൻ ഇൻ ദ ചെസ് ഒളിമ്പ്യാഡ്, ആൻഡ് ഗുഗേഷ് ഗോട്ട് ദ ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡൽ ഓൾസോ ഇൻ ചെസ് ഒളിമ്പ്യാഡ്. സോ ഹി വാസ് ഇൻ എന്താ പറയുന്ന ബ്രൈറ്റസ്റ്റ് ഫോം ഓൾ ത്രൂ ദീസ് ലാസ്റ്റ് 1.5 years. അതിനുശേഷമാണ് ഇതിലേക്ക് വരുന്നത്. But Dingleran is the current world chess champion, and in the history of chess world chess championship, 2 Asians competed for the title. That is the speciality of this year's വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ. ഓക്കെ, 2 ഏഷ്യൻസ്, അത് ചൈനക്കാരനും ഇന്ത്യക്കാരനും, ഇവർ രണ്ടും ആണല്ലോ ഏഷ്യയിലെ ഏറ്റവും വലിയ പവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർ തങ്ങളിൽ മത്സരിച്ചു. അപ്പൊ ഡിംഗ്ലിറൻ പ്രതീക്ഷിച്ചേക്കാലോ, കുറെ കാലം ഡിംഗ്ലിറൻ ഔട്ട് ഓഫ് ഫോമിലായിരുന്നു. അതുകൊണ്ട് ഗുഗേഷ് ഈസിലി അങ്ങ് ജയിക്കുമെന്നാണ് കരുതി. പക്ഷെ ആ രീതിയിലൊന്നും നടന്നില്ല. എന്നാലും ഫൈനലി നമ്മളത് വിൻ ചെയ്തു. അപ്പൊ ഗുഗേഷിന്റെ ഈ നേട്ടം ഭാവിയിൽ ഒരുപാട് ഇന്ത്യൻ താരങ്ങളുടെ ചെസ്സിലേക്കുള്ള കടന്നുവരവിന് കാരണമാകും. ആനന്ദിന്റെ നേട്ടമാണ് ഇവരെല്ലാവരും കടന്നുവരവിന് കാരണമായത്. ഒരുപാട് താരങ്ങൾ ഇപ്പൊ പുതുതായിട്ട് ഉയർന്നു വരുന്നവരെ പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ ഇട്ടപ്പോൾ, ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. അതിൽ ഞാൻ 6.5 കോടി രൂപ ഗുഗേഷിന് കിട്ടുന്നത് തെറ്റാണ്. 11.5 കോടി രൂപയാണ് ഗുഗേഷിന് കിട്ടുന്നത്. ഏതാണ്ട് 11 crores കൂടുതലാണ് ഇദ്ദേഹത്തിന് എടുത്ത പ്രൈസ് മണി. ആലോചിച്ച് നോക്കണം, 18 വയസ്സ്, ജീവിതം തുടങ്ങിയ ഒരു പയ്യനാണ്, കൊച്ചുകുട്ടി. അപ്പൊ ഇതുപോലെ എന്തെല്ലാം ഈ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് ജയിച്ചപ്പോഴും കുറെ കോടികൾ കിട്ടി. ചെസ്സിൽ ഭയങ്കര പ്രൈസ് മണി ഉള്ള ഒരു ഗെയിമാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ അത് പറയുന്ന. പിന്നെ ആനന്ദ്, വിശ്വനാഥാണ് ഈ ഗുഗേഷിന്റെ മെന്റർ. ആനന്ദിന് ഒരു ചെസ് അക്കാഡമി ഉണ്ട്, വെസ്റ്റ് ബ്രിഡ്ജ് ആനന്ദ് ചെസ് അക്കാഡമി. നിങ്ങളൊക്കെ പഠിച്ചു വെച്ചേക്കണം. ഭാവിയിൽ നിങ്ങളുടെ മക്കളെ എങ്ങാനും ഒക്കെ ആർക്കെങ്കിലും ഒക്കെ ചെസ് പഠിപ്പിക്കണം എന്നൊക്കെ തോന്നിയാൽ ഇതൊക്കെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച അക്കാഡമികളാണ്. ആനന്ദിന്റെ വെസ്റ്റ് ബ്രിഡ്ജ് ചെസ് അക്കാഡമി, ആനന്ദ് ചെസ് അക്കാഡമി. അതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഗുഗേഷ്.
പിന്നെ രണ്ടാമത്തെ എഡിറ്റോറിയൽ പ്രൈസ് വറീസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ഈ പ്രൈസ് വറീസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ഇപ്പൊ ഇന്ന് വരാനുള്ള കാരണം മന്ത്ലി ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷനും ഹോൾസെയിൽ ഇൻഫ്ലേഷനും കാൽക്കുലേറ്റ് ചെയ്യും. റീറ്റെയിൽ ഇൻഫ്ലേഷൻ index is CPI, Consumer Price Index. Based on Consumer Price Index, India calculates retail inflation. And India calculates wholesale inflation based on WPI, Wholesale Price Index. But this Consumer Price Index inflation is the biggest concern for Government of India and also for RBI. Because this is the measure of retail inflation. Retail inflation is affecting directly the common man of India. Appo, always the first priority for Reserve Bank of India is to contain retail inflation within a limit. That limit is 4 plus or minus 2. 4 plus or minus 2. Okay. And the basis of monetary policy of RBI is also CPI, Consumer Price Index inflation. Sometimes in exams they will ask you this question: what is the basis of monetary policy of Reserve Bank of India? That is CPI, Consumer Price Index. അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഒരു ഓപ്ഷനാണ് എക്സാമിനുള്ളതെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ, അതാണ് എൻ്റെ ആൻസർ. അപ്പോൾ CPI, Consumer Price Index is the basis of monetary policy. അപ്പോൾ ഞാൻ പറഞ്ഞു 4 പ്ലസ് ഓർ മൈനസ് 2 അപ്പോൾ അത് 6 കൂടാൻ പാടില്ല. പക്ഷെ ഇപ്പോൾ അത് 5.5% ആയിട്ട് കുറഞ്ഞു. ദാറ്റ് ഈസ് ഗുഡ് ബിക്കോസ് ഇറ്റ് ഈസ് വിത്തിൻ ദ പെർമിസിബിൾ ലിമിറ്റ്. ബട്ട് സ്റ്റിൽ എ ലോങ് വേ ടു ഗോ, ബിക്കോസ് ഇഫ് യു ഡിസെക്ട് ദ Consumer Price Index figure of yesterday, you can see that the biggest concern of Reserve Bank of India is food inflation. This retail inflation consists of food inflation also. Food inflation ഉണ്ട്, fuel inflation ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതെല്ലാം കൂടി ചേർന്നാണ് ഈ Consumer Price Index അല്ലെങ്കിൽ retail inflation. Out of that, food inflation is the biggest concern because food inflation is consistently above 9% in India. അതിൽ തന്നെ വെജിറ്റബിൾ ഇൻഫ്ലേഷൻ ഒക്കെ 40% ഒക്കെയാണ്. അത് ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ വെജിറ്റബിൾ ഇൻഫ്ലേഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പൾസസിൽ ഇൻഫ്ലേഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എഡിബിൾ ഓയിലിന്റെ ഇൻഫ്ലേഷനൊക്കെ ഇപ്പോഴും കൂടുതലാണ്. അതിന്റെ കണക്കുകളായി പറഞ്ഞു, അത് നമുക്ക് വേണ്ട. വെജിറ്റബിൾ ഇൻഫ്ലേഷൻ 42 30 കുറഞ്ഞെന്നും പൾസസിന്റെ ഇൻഫ്ലേഷൻ 5% കുറഞ്ഞെന്നും ഓവറോൾ ഫുഡ് ഇൻഫ്ലേഷൻ പക്ഷേ ഇപ്പോഴും 9% കൂടുതലാണെന്നും എഡിബിൾ ഓയിലിന്റെ ഇൻഫ്ലേഷൻ 13.3% കൂടിയെന്നും കോക്കനട്ട് ഓയിലിന്റെ ഇൻഫ്ലേഷൻ 42% കൂടിയെന്നും അത് നിങ്ങൾക്ക് അറിയാം. നമുക്കറിയാം ഇപ്പൊ വെളിച്ചെണ്ണയും തേങ്ങയൊക്കെ ഭയങ്കര വിലയാണ് കേരളത്തിലൊക്കെ. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചേക്കാം. അപ്പൊ സോ ഫുഡ് ഇൻഫ്ലേഷൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് കൺസേൺ ഫോർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈവൻ ഇഫ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ is 5.5%, that is well within the upper tolerance limit of 6%. Still food inflation is high. അപ്പൊ അതുകൊണ്ട് തന്നെ RBIക്ക് നെക്സ്റ്റ് വരുന്ന മോണിറ്ററി പോളിസിയിൽ പോലും റിപ്പോ റേറ്റ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചേ ചെയ്യാൻ പാടുള്ളൂ. റിപ്പോ റേറ്റ് കട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം. ബിക്കോസ് ഇന്ത്യസ് GDP ഗ്രോത്ത് റേറ്റ് plummeted to 5.4% in the last Q2 GDP Q2 GDP figures റിലീസ് ചെയ്തപ്പോഴത്തേക്ക് 5.4% ആയിട്ട് കുറഞ്ഞു. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ്, ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാൽ GDP ഗ്രോത്ത് റേറ്റ് കൂടി, ശരിയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ കോസ് ഫർദർ ഇൻക്രീസ് ഓഫ് ഇൻഫ്ലേഷൻ. അപ്പൊ അതുകൊണ്ട് ഈ ഫുഡ് ഇൻഫ്ലേഷൻ കൂടിയിരിക്കുന്ന സമയത്ത് ആ ഒരു ടെംപ്ടേഷൻ മാറ്റണമെന്നാണ് കാര്യം. ഇനിയിപ്പോ അടുത്ത മോണിറ്ററി പോളിസി വരാൻ പോകുന്ന ബഡ്ജറ്റിന് ശേഷമാണ്. India's budget will be presented on February 1st. In each and every year, February 1st, Union Finance Ministry will release the budget of India. So, budget ആണ് വരാൻ പോകുന്നത്. ബഡ്ജറ്റിൽ ഫിനാൻസ് മിനിസ്ട്രി ക്യാൻ ടേക്ക് സർട്ടൺ മെഷേഴ്സ് ടു ഈസ് ഇൻഫ്ലേഷൻ. അപ്പം അതിനുശേഷം വേണമെങ്കിൽ RBIക്ക് ഈ മോണിറ്ററി പോളിസിയിൽ റിപ്പോ റേറ്റ് കട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാം. അതൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞത്. ഇറ്റ്സ് എ സിമ്പിൾ എഡിറ്റോറിയൽ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെരി വെൽ. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പാടൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതാണ് വേറൊരു കാര്യം. ഇനി ഇന്നത്തെ ഹിന്ദുവിൽ ഈ രണ്ട് ആർട്ടിക്കിൾസ് മാത്രം വായിച്ചാൽ തൽക്കാലം. ഈ 2 ആർട്ടിക്കിൾസും വായിക്കണം. പാകിസ്ഥാൻ അറ്റ് ദ UNSC, ദ പോയിന്റ്സ് ഓഫ് ഇറ്റ്സ് കോമ്പസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ്. ഇത് എഴുതിയത് TS തിരുമൂർത്തിയാണ്. TS തിരുമൂർത്തി എന്ന് പറഞ്ഞാൽ UN ഇന്ത്യയുടെ പഴയ അംബാസിഡർ ആണ്. എപ്പോഴും ഇന്ത്യക്ക് UN ഒരു അംബാസിഡർ ഉണ്ട്. ഇന്ത്യയുടെ റെപ്രസെന്റേറ്റീവ് ടു UN, അതാണ് ഇന്ത്യയുടെ അംബാസിഡർ ടു UN എന്നറിയപ്പെടുന്നത്. TS തിരുമൂർത്തി വാസ് ദ ഫോമർ അംബാസിഡർ ഓഫ് ഇന്ത്യ ടു UN. അപ്പൊ ഇതിങ്ങനെ ഒരു ആർട്ടിക്കിൾ വരാൻ കാരണം, ഞാൻ അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞത്, അത് മനസ്സിലാക്കി നമുക്ക് ഈ ആർട്ടിക്കിൾ സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാര്യം ബാക്കി കാര്യങ്ങളൊക്കെ ഒരു ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങളാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ വരാൻ കാരണം,
ആർട്ടിക്കിൾ വരാൻ കാരണം, you all heard about UN Security Council. UN has mainly two constituents, UN General Assembly and UN Security Council. All the UN members are members of UN General Assembly. All the UN members, United Nations members, are members of UN General Assembly. If 200 members are there in UN, then these 200 countries will be the members of UN General Assembly also. That is the thing. But at the same time, UN has UN Security Council also. In UN Security Council, only 5 countries are permanent members. They are having veto power also. That you all learned that in the school class itself. UN has a Security Council. It has only 5 members as permanent members. They are having veto power. Those countries having veto power are global superpowers also. So, which are the countries having permanent membership in UN Security Council? USA, Britain, France, Russia, China. USA, Britain, France, Russia, China. These are the permanent members of UN Security Council. They are having veto power also. But UN Security Council consists of 15 members. UN Security Council consists of 15 members. That means 10 members are non-permanent members. 5 members are permanent members, but the remaining 10 members are non-permanent members. These non-permanent members are having a period of 2 years. Having a period of 2 years. After 2 years, they have to vacate that position, and some other countries will come to that position to fill that vacancy. India was UN Security Council's non-permanent member during the period 2021 to 23, I think so. 2021-23 വരെയായിരുന്നു എൻ്റെ ഓർമ്മ. ഇന്ത്യ അതിലെ മെമ്പർ ആയിരുന്നു. UN Security Council non-permanent members ആയിരുന്നു. They are not having veto power also. Now Pakistan is going to become a non-permanent member of UN Security Council. അതാണ് ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. പാകിസ്ഥാൻ UN Security Council non-permanent ആയിട്ട് വരുമ്പോൾ they are also having only 2 years and they are not having veto power also. Non-permanent members veto power ഒന്നുമില്ലല്ലോ. പക്ഷെ they can do something. ഈ 2 year പീരീഡിൻ്റെ അകത്ത് അവർക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആ ചില കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ചില കാര്യങ്ങളിൽ ചിലത്. അതിൽ ഒന്ന് ജമ്മു ആൻഡ് കാശ്മീർ വിഷയം അവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പെർമനന്റ് മെമ്പേഴ്സിനൊന്നും ജമ്മു ആൻഡ് കാശ്മീർ വിഷയത്തിൽ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് പെർമനന്റ് മെമ്പേഴ്സിന്റെ താല്പര്യം അനുസരിച്ച് അവിടെ കാര്യങ്ങൾ വിജയിക്കുള്ളൂ. കാര്യം അവർക്ക് വീറ്റോ പവർ ഉണ്ടല്ലോ, അല്ലേ? അപ്പോൾ ഇപ്പോ ജമ്മു ആൻഡ് കാശ്മീരിൽ ഇന്ത്യ കണ്ടക്ടഡ് എ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഓൾസോ, ആൻഡ് ദാറ്റ് വാസ് ഹ്യൂജ്ലി സക്സസ്ഫുൾ വിത്ത് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. സോ ദർ ഈസ് ആൻ ഇലക്ടഡ് ഗവൺമെന്റ്. So there is a legitimate government elected by the Kashmiri people. So these permanent members are satisfied with the electoral process outcome in Jammu and Kashmir. So Pakistan is not going to get traction in Kashmir issue even if they raise that issue in the Security Council. Okay. അപ്പോൾ അതുകൊണ്ട് അത് വലിയ പ്രശ്നമാവാൻ സാധ്യതയില്ല. പിന്നെ ശ്രമിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യ UN സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനന്റ് മെമ്പറായിട്ട് നോൺ പെർമനന്റ് മെമ്പർ ആയിരിക്കുന്ന സമയത്ത് ചില പാകിസ്ഥാനി സംഘടനകളാണ്, ഇപ്പൊ ലഷ്കർ ഇ തയ്യബ, ജെയ്ഷെ മുഹമ്മദ് എന്നൊക്കെ പറയുന്ന ഇന്ത്യക്കകത്ത് സ്ഫോടനങ്ങൾ, എക്സ്പ്ലോഷൻസ് ഒക്കെ സംഘടിപ്പിച്ചിട്ടുള്ള സംഘടനകളെ ഇന്ത്യ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആയിട്ട് UN കൊണ്ട് ഡെസിഗ്നേറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അതിന്റെയൊക്കെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള മൗലാന, മസൂദ് അസർ, അതുപോലെ ലഷ്കർ ഇ തയ്യബയുടെ ഇന്ത്യൻ ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്ത ഒരാളെ പേരഗതി കൊടുത്തിട്ടുണ്ട്. അവരെയൊക്കെ ഗ്ലോബൽ ടെററിസ്റ്റുകളായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യിക്കാൻ US പോലുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ടോട് കൂടി ഇന്ത്യക്ക് കഴിഞ്ഞു. വെൻ ഇന്ത്യ വാസ് ദ നോൺ പെർമനന്റ് മെമ്പർ ഓഫ് UN സെക്യൂരിറ്റി കൗൺസിൽ. പക്ഷെ അതിന് റീറ്റാലിയേറ്റ് ചെയ്യാൻ പാകിസ്ഥാൻ ഇപ്പൊ ശ്രമിക്കും. അവർ ഇന്ത്യക്കാരായിട്ടുള്ള 3-4 ആൾക്കാരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാകിസ്ഥാനകത്ത് ടെററിസ്റ്റ് അറ്റാക്ക് നടത്താൻ വേണ്ടി അവർ ശ്രമിച്ചു. അതുകൊണ്ട് അവരെയും ഗ്ലോബൽ ടെററിസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം പറഞ്ഞു. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അവർ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഇത് പറഞ്ഞു. പിന്നെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നൊരു വാക്ക് UN കൊണ്ട് ഈ ഇടയ്ക്ക് ഇവരെല്ലാം കൂടെ ചേർന്ന് അംഗീകരിപ്പിച്ചിരുന്നു. ഈ ടെററിസം എന്ന് പറഞ്ഞ് മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ടാണ് എന്നും പറഞ്ഞൊക്കെ ഒരു നെറേറ്റീവ് ഒക്കെ പാകിസ്ഥാനൊക്കെ അവിടെ കൊണ്ട്, അത് പാകിസ്ഥാൻ മാത്രമല്ല, അതിൽ GCC കൺട്രീസ്, ഈവൻ UAE പോലും ഉണ്ടായിരുന്നല്ലേ. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കും അതവിടെ അംഗീകരിച്ചു UN. അപ്പൊ അത് വീണ്ടും ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞൊരു സംഭവം ഉയർത്തിക്കൊണ്ടുവന്ന് ഈ ടെററിസത്തിന് അവർ ഡിഫെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, ദരിദ്രമുള്ള പാകിസ്ഥാൻ UN സെക്യൂരിറ്റി കൗൺസിലിന്റെ നോൺ പെർമനന്റ് മെമ്പർ ആവാൻ പോകുന്നു. അത് ഇന്ത്യക്ക് എങ്ങനെയൊക്കെ ദോഷമാവാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്.
എന്നാൽ ഇന്ത്യക്ക് പാകിസ്ഥാനും കൺവെർജൻസ് ഉള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് പക്ഷെ ഒരിക്കലും പാകിസ്ഥാൻ ഡിസ്കസ് ചെയ്യത്തില്ല. കാലാവസ്ഥാ വ്യതിയാനം, അതുമൂലം ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ച് അല്ലെ, പിന്നെ ഫ്ലഡ് പോലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, SDG അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, ഇതെല്ലാം ഇന്ത്യക്കും പാകിസ്ഥാനും കോമൺ ആയിട്ടുള്ള കുറെ കോസസ് ആണ്. അതൊക്കെ ഡിസ്കസ് ചെയ്ത് കുറച്ചുകൂടെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഈ ഡയലോഗ് കൊണ്ടുപോകുന്നേ ഉള്ളൂ. പക്ഷെ അതൊരു ചെയ്യാൻ സാധ്യതയില്ല, അതും ഇനി പറയുന്നുണ്ട്. പിന്നെ താഴോട്ട് വേറൊരു ആർട്ടിക്കിൾ ഉണ്ട്, അതും അത്ര പാടുള്ള ആർട്ടിക്കിൾ ഒന്നും അല്ല. ദ മിസ്സിംഗ് സ്പോട്ട്ലൈറ്റ് ഓൺ അർബൻ ലോക്കൽ ഗവൺമെന്റ് പോൾസ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ആണ്. ഇത് ആക്ച്വലി 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1992 കുറിച്ച് ഇത് പറയുന്നുണ്ട്. ഈ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്ന വിഷയം വന്നപ്പോഴാണ് ഇന്ത്യയിൽ 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടും 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടും ഒക്കെ വരുന്നത്. ഈ പഞ്ചായത്തി രാജും അതിനുശേഷം മുനിസിപ്പാലിറ്റികളുടെ പവറിന്റെ ഡീസെൻട്രലൈസേഷനും ഒക്കെ 74th അമെന്റ്മെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. മുനിസിപ്പാലിറ്റി അതായത് അർബൻ ലോക്കൽ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ അങ്ങനെ ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയിട്ട് 74th അമെന്റ്മെന്റ് ആക്ട് ഒക്കെ ഇന്ത്യയിൽ നടപ്പാക്കിയെങ്കിലും സ്റ്റിൽ India's urban local bodies, urban local governments are not getting opportunity to elect its representatives once in 5 years. Once in 5 years alle election nadakanda, but almost 60% of Indian urban local governments are not getting elected frequently during ഈ 5-year period. ഈ 5 വർഷത്തിൽ അല്ലെങ്കിൽ 5 വർഷത്തിൽ ഒരിക്കലുള്ള ഇലക്ഷൻ ഈ അർബൻ ലോക്കൽ ഗവൺമെന്റിന്റെ കാര്യത്തിൽ നടക്കുക. കേരളത്തിൽ നിന്ന് അതൊക്കെ കൊണ്ടാണ് കേരളം നല്ലതാണെന്ന് പറയാൻ കാരണം. കേരളത്തിൽ നോക്കിക്കുക, എല്ലാ 5 years കൂടുമ്പോഴും ഇവിടുത്തെ മേയർ മാറുന്നു, നിങ്ങളുടെ പഞ്ചായത്തിലെ പ്രസിഡന്റ് മാറുന്നു, നിങ്ങളുടെ പഞ്ചായത്തിലെ മെമ്പർ മാറുന്നു, നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലാണ് താമസിക്കുക, അവിടുന്ന് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ മാറുന്നു, മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലേഴ്സ് മാറുന്നു. ബട്ട് ഇൻ മെനി ഓഫ് ദ സ്റ്റേറ്റ്സ് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. 7 years, 8 years, 10 years ഒക്കെ കൂടുമ്പോഴാണ് ഇവിടെ ലോക്കൽ ബോഡികളിലെ ഇലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്? ഈവൻ ഇഫ് ദർ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഫോർ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവേഴ്സ്, that is not happening in urban local governments. India's around 40% of population is living in urban areas, and by 2050 that proportion will be increased to 50%. India's 50% population will live in urban local governments, under urban local governments by the year of 2050. അപ്പൊ അത്രയും ആൾക്കാരുടെ ഭാഗതയും നിർണ്ണയിക്കുന്നത് ഈ പറഞ്ഞ അർബൻ ലോക്കൽ ബോഡീസ് ആണ്, അർബൻ ലോക്കൽ ഗവൺമെന്റുകൾ, അതായത് നമ്മുടെ കോർപ്പറേഷൻസ്, മുനിസിപ്പാലിറ്റീസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ 5 വർഷത്തിൽ ഒരിക്കൽ ഇലക്ഷൻ നടക്കുന്നില്ല. ഇപ്പൊ കർണാടകത്തെ സ്റ്റേറ്റിലൊക്കെ ഇലക്ഷൻ നടന്നതിന് ശേഷം, ഇലക്ഷൻ നടന്നതിന് ശേഷം ഗവൺമെന്റ് അവിടെ ഈ പറഞ്ഞ ലോക്കൽ ബോഡി വിളിച്ചു കൂട്ടിയിട്ട് അവിടെ മേയറെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ സെലക്ട് ചെയ്യണം, അത് നടത്തുന്നില്ല. ഇനി പല സ്റ്റേറ്റുകളിൽ എന്തുകൊണ്ടാണ് ഇലക്ഷൻ നടക്കാത്തതെന്ന് അറിയാമോ? ഇത് ആക്ച്വലി ഒരു സ്റ്റേറ്റ് സബ്ജക്ട് ആണ്. അതായത് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ അത് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് ആണ് ചെയ്യേണ്ടത് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ. ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് പലതും എംപവേർഡ് അല്ല ടു ഡു ഡീലിമിറ്റേഷൻ. വാട്ട് ഈസ് ഡീലിമിറ്റേഷൻ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഡീലിമിറ്റേഷൻ എക്സർസൈസ്, ഈ വാർഡ് വിഭജനമൊക്കെ നടത്തിയിട്ട് മാത്രമേ ഇലക്ഷൻ നടത്താവുള്ളൂ. ബട്ട് മെനി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആർ നോട്ട് എംപവറിംഗ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് ടു ഡു ദീസ് ഡീലിമിറ്റേഷൻ എക്സർസൈസ്. പിന്നെ റിസർവേഷൻ, OBC റിസർവേഷൻ, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അതൊക്കെ സബ് ജുഡീസ് ഒക്കെ ആയിരിക്കും. അതൊക്കെ കൊണ്ട് ഇത് ഇങ്ങനെ നീണ്ടുപോയാണ് ഇലക്ഷൻ പലയിടത്തും നടക്കാതെ ഇന്ത്യയിലെ. അപ്പൊ ഇത് ആൾക്കാർക്ക് അവരുടെ വോയിസ് കേൾപ്പിക്കണമെങ്കിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കണ്ടേ? അതൊന്നും നടക്കുന്നില്ല. അവർക്ക് അവരുടെ ഗ്രീവൻസസ് പറയണമെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലറും അല്ലെങ്കിൽ വാർഡ് കൗൺസിലറൊക്കെ വേണ്ടേ? അതൊന്നും ഇല്ലാതാവുന്നു ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും. അപ്പൊ ഇപ്പം ഒരു ആശ്വാസമായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നത്, ഈ 1 Nation 1 Election പദ്ധതിയുടെ ഭാഗമായിട്ട് ലോക്സഭാ ഇലക്ഷനും സ്റ്റേറ്റ് അസംബ്ലീസിന്റെ ഇലക്ഷനും ഒരുമിച്ച് നടത്തി 100 days കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ പഞ്ചായത്ത് ഇലക്ഷനും ഈ ലോക്കൽ ഗവൺമെന്റ് ഇലക്ഷൻസും ഒക്കെ നടത്തുന്നതാണ്. കോർപ്പറേഷന്റെയും മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ അങ്ങനെയാണ് ആ പ്രപ്പോസൽ വന്നേക്കുന്നത്. രാംനാഥ് കോവിന്ദ് കമ്മിറ്റി അതെങ്ങനെ നടത്തണമെന്ന് പഠിച്ച് റെക്കമെൻഡേഷനും കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ഇത് ചിലപ്പോൾ അങ്ങനെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. പക്ഷേ തെറ്റാണെന്ന് ഞാൻ പറയാൻ കാര്യം, ഇന്നത്തെ ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിൽ ഞാൻ 1 Nation 1 Election ബന്ധപ്പെട്ട് ക്യാബിനറ്റ് ഡ്രാഫ്റ്റ് ബില്ലൊക്കെ അപ്രൂവ് ചെയ്യുന്ന പറഞ്ഞില്ലേ? പക്ഷെ അതിൽ പറഞ്ഞേക്കുന്നത് തൽക്കാലം സ്റ്റേറ്റിന്റെയും സെൻട്രൽ ഗവൺമെന്റ് ഇലക്ഷൻ ഒരുമിച്ച് നടത്തിയാൽ മതി, യൂണിയൻ ടെറിട്ടറീസിന്റെ എന്നാ. ലോക്കൽ ബോഡീസിന്റെ കാര്യം തൽക്കാലം ഇപ്പം നോക്കേണ്ടതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ മേ ബി
after some point some time, government of India will decide regarding the one nation one election of these local bodies also, but for the time being they are not looking at that, because that is a state subject also. If they want to change the nature of elections in local bodies, അല്ലെങ്കിൽ urban local governments, they have to get the consent of at least 50% of Indian states also. That is a time consuming, tedious process. So government doesn't want to touch upon that subject. മറ്റേതാകുമ്പോഴത്തേക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ മാത്രം പെറോഗേറ്റീവിൽ നിൽക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റുകൾ ഇലക്ഷന്റെ കാര്യം ഈ സംഭവത്തിനൊന്നും ഈ പറഞ്ഞ സ്റ്റേറ്റുകളുടെ 50% സപ്പോർട്ടൊന്നും വേണ്ട കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പാസ്സാക്കാൻ. അപ്പൊ അതുകൊണ്ട് അത് മാത്രമായിട്ട് മുമ്പോട്ട് പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവർ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കുക, ഇത് രണ്ടും. ബാക്കി ആർട്ടിക്കിൾസ് ഒന്നും തൽക്കാലം ഞാൻ നോക്കുന്നില്ല. പിന്നെ പിന്നീട് ഞാൻ ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് നമ്മളുടെ കൾച്ചർ ആൻഡ് ടൂറിസം മിനിസ്റ്റർ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി കാണാം. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഈസ് ദ മിനിസ്റ്റർ ഫോർ കൾച്ചർ ആൻഡ് ടൂറിസം. ഞാൻ ഒരു തെറ്റ് പറഞ്ഞായിരുന്നു. അതായത് നമ്മളുടെ ജൽശക്തി മിനിസ്റ്റർ ആണ് അദ്ദേഹം. ജൽശക്തി മിനിസ്റ്റർ അദ്ദേഹം ആയിരുന്നു. ഇപ്പൊ അത് CR പാട്ടീലാണ്. CR പാട്ടീൽ ഇസ് ദ മിനിസ്റ്റർ ഫോർ ജൽശക്തി. പിന്നെ അശ്വനി വൈഷ്ണവ്, ഇന്ത്യയുടെ റെയിൽവേ മിനിസ്റ്ററിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. പിന്നെ താഴോട്ട് വരുമ്പോ ഛത്തീസ്ഗഡിൽ കുറച്ച് മാവോയിസ്റ്റുകളെ ഇന്നലെ കില്ല് ചെയ്തു, അതിന്റെ ന്യൂസ് കാണാം. ഛത്തീസ്ഗഡ് ആണല്ലോ മാവോയിസത്തിന്റെ ഹോട്ട് ബെഡ് എന്ന് പറയുന്നത്. പിന്നെ താഴോട്ട് വരുമ്പം വേറെ ഒന്നും പറയാനുള്ളൊന്നുമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ ബീരേൻ സിംഗിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. EV രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹത്തിൽ വന്ന അതിന്റെ ഒരു മെമ്മോറിയൽ ഇന്നലെ പിണറായി വിജയനും MK സ്റ്റാലിൻ തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്ററും ചേർന്ന് വൈക്കത്ത് ഇനാഗുറേറ്റ് ചെയ്തു. അതിന്റെ ഒരു ന്യൂസ് കാണാം. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ബ്ലോക്ക് ഒരു റെസൊല്യൂഷൻ ഇപ്പോ രാജ്യസഭയിൽ കൊണ്ടുവന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് കാണാം. അതേ ഉള്ളൂ. പിന്നെ ഇന്ത്യയുടെ മിനിസ്റ്റർ കിരൺ റിജ്ജുവിന് അഗെയിൻസ്റ്റ് ആയിട്ടും ഒരു പ്രിവിലേജ് മോഷനും ഈ ഇന്ത്യ ബ്ലോക്ക് കൊണ്ടുവന്നു. കിരൺ റിജ്ജു എന്തിന്റെ മിനിസ്റ്റർ ആണ്? പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ആണ്. പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് കിരൺ റിജ്ജു. പിന്നെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഈസ് സ്ലൈറ്റ്ലി ടു 5.5% നവംബർ എന്ന് പറയുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ന്യൂസ് ഇവിടെ ഉണ്ട്. ഓൾറെഡി വി ഡിസ്കസ്ഡ് എഡിറ്റോറിയൽ റിഗാർഡിംഗ് ദിസ് സബ്ജക്ട് ആൻഡ് ഇൻ ദാറ്റ് ഐ thoroughly discussed all those things, so no need for us to discuss here this റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സംഭവം ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്ന് പഠിച്ചു വെച്ചേണ്ട കാര്യം, ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരുന്നു പഠിച്ചു വെച്ചോളൂ. NSO ആണ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഈസ് ദ ഏജൻസി റെസ്പോൺസിബിൾ ഫോർ കാൽക്കുലേഷൻ ഓഫ് ഇന്ത്യസ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആൻഡ് ഹോൾസെയിൽ ഇൻഫ്ലേഷൻ. സോ NSO ആണ് ഇതൊക്കെ റിലീസ് ചെയ്യുന്നത്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അവർ തന്നെയാണ് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. പിന്നെ ഇന്ത്യ കൺഫേഴ്സ് ഓണററി റാങ്ക് ഓൺ നേപ്പാൾ ആർമി ചീഫ് എന്നൊരു ന്യൂസ് കാണാം. ഈ ന്യൂസ് നിങ്ങളൊന്ന് ഇത്രയും അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഇതിപ്പോ ഒരു ആർമി ചീഫിനൊന്നല്ല, ഇന്ത്യയിൽ ഏത് ആർമി ചീഫ് ഉണ്ടായാലും നേപ്പാളുകാരും, നേപ്പാളിന് ഏത് ആർമി ചീഫ് ഉണ്ടായാലും ഇന്ത്യക്കാരും ഇങ്ങനൊരു ഇത് കൊടുക്കും. ജനറൽ ഓഫ് ഇന്ത്യൻ ആർമി എന്നൊരു ഓണററി റാങ്ക്. അത് നേപ്പാൾ ഇന്ത്യ തമ്മിലുള്ള ഒരു പരിപാടിയാണ്. നേപ്പാളിൽ ഒരു പുതിയ ആർമി ചീഫ് വരുമ്പോൾ ഇന്ത്യക്കാർ കൊടുക്കും, ഇന്ത്യക്ക് ഒരു പുതിയ ആർമി ചീഫ് വരുമ്പോൾ നേപ്പാളുകാരും കൊടുക്കും. മനസ്സിലായോ? ഒരു ഓണററി പദവിയാണ് ജനറൽ ഓഫ് ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞ് നേപ്പാളിൽ കൊടുക്കും, നേപ്പാളിലെ ജനറലിന് കൊടുക്കും. അതുപോലെ തിരിച്ച് ജനറൽ ഓഫ് നേപ്പാൾ ആർമി എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ആർമി ചീഫിന് കൊടുക്കും. ഇന്ത്യയുടെ ആർമി ചീഫ് ഇപ്പൊ ഉപേന്ദ്ര ദ്വിവേദി അല്ലേ? ഉപേന്ദ്ര ദ്വിവേദി. നേപ്പാളിന്റെ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡലാണ്. രാമചന്ദ്ര പൗഡൽ, രാംചന്ദ്ര പൗഡൽ, രാംചന്ദ്ര പൗഡൽ നേപ്പാളിന്റെ പ്രസിഡന്റ്. നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ KP ശർമ്മ ഒലി, KP ശർമ്മ ഒലി. പിന്നെ PM to lay foundation stone of Ken Betwa river linking വർക്ക് എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. അത് കെൻ റിവർ എന്ന് പറഞ്ഞും ബത്വ റിവർ എന്ന് പറഞ്ഞ രണ്ട് റിവറുകളുണ്ട്. ഇതിൽ ഒരെണ്ണം മധ്യപ്രദേശിലും ഒരെണ്ണം ഉത്തർപ്രദേശിലുമാണ്. എനിക്ക് തോന്നുന്നു കെൻ റിവർ ആണ് ഉത്തർപ്രദേശിൽ, ബത്വയാണ് മധ്യപ്രദേശിൽ തോന്നുന്നു. അത് നിങ്ങൾ നോക്കണം, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. രണ്ട് സ്റ്റേറ്റിലായിട്ടാണ്. ഈ രണ്ട് റിവേഴ്സിനെയും കൂടെ ഇന്റർലിങ്ക് ചെയ്താൽ രണ്ട് സ്റ്റേറ്റിലും
വെള്ളമൊന്നും ഇല്ലാത്ത കുറെ മേഖലകളിൽ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട്. ആക്ച്വലി റിവർ ഇന്റർലിങ്കിങ് ഈസ് എ വെരി റിലവൻറ്റ് ടോപ്പിക് ടു ഡിസ്കസ്, എസ്പെഷ്യലി സിവിൽ സർവീസ് എക്സാം പോലുള്ള സംഭവങ്ങളിൽ അത് വളരെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇന്ത്യയിലുള്ള എല്ലാ റിവേഴ്സിനെയും ഇന്റർലിങ്ക് ചെയ്യുന്ന പറഞ്ഞ് 2000 തന്നെ വാജ്പേയി ഒക്കെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഒരു പ്രപ്പോസൽ വന്നത്. ബിക്കോസ് ഓഫ് പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റ് ഇറ്റ് ഡിൻ മെറ്റീരിയലൈസ്. അത് മെറ്റീരിയലൈസ് ചെയ്താൽ എന്ത് നല്ലതാണെന്ന് അറിയാമോ? ഈ ആസാമിലൊക്കെ എപ്പോഴും വെള്ളപ്പൊക്കമാണ്, തമിഴ്നാട്ടിലൊക്കെ പലപ്പോഴും ഡ്രൈ ആയിരിക്കും. ഈ വെള്ളപ്പൊക്കം ആസാമിലെ ബ്രഹ്മപുത്രയിലൊക്കെ ഉണ്ടാകുമ്പോൾ ആ വെള്ളം റിവർ ഇന്റർലിങ്കിങ് ഉണ്ടെങ്കിൽ വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാവില്ല. ആ വെള്ളമൊക്കെ വഴിതിരിച്ച് വേറെ റിവറുകളിലേക്ക് വിട്ട് ആ റിവറുകൾ വഴി ഇന്ത്യയിൽ എല്ലായിടത്തും ഇറിഗേഷനൊക്കെ പോസിബിൾ ആണ്. പക്ഷെ അതൊന്നും നടത്താൻ സമ്മതിക്കൂല ഇവിടെ. അപ്പൊ എന്തായാലും കെൻ ബത്വ എന്ന് പറഞ്ഞൊരു ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർസ്റ്റേറ്റ് റിവർ ഇന്റർലിങ്കിങ് പ്രോജക്റ്റ് കണ്ടാണ്. അന്ന് ചെക്ക് ചെയ്തോളണം, ഇന്ത്യയുടെ ആദ്യത്താണെന്ന് എന്റെ ഓർമ്മ. ഞാൻ മുമ്പ് ഇത് മോദി ഗവൺമെന്റ് കൊണ്ടുവന്നതല്ല, അത് പണ്ടേ ഉള്ളതാ. ഓക്കെ, പിന്നെ ജാർഖണ്ഡ് ഹൈക്കോർട്ട് സ്റ്റേസ് ലോ ഓൺ 75% റിസർവേഷൻ ഫോർ ലോക്കൽസ് ഇൻ പ്രൈവറ്റ് ജോബ്സ് എന്നൊരു ന്യൂസ് കാണാം. ഈ ലോക്കൽസിന് പ്രൈവറ്റ് ജോബിൽ റിസർവേഷൻ കൊടുക്കാനുള്ള ഒരു റിസർവേഷനും നടപ്പാവൂല. അത് ചുമ്മാ ആൾക്കാരെ കണ്ണിപ്പൊടി വിടാണ്. ജാർഖണ്ഡ് 75% അവിടെ ജാർഖണ്ഡുകാർക്ക് മാത്രമേ പ്രൈവറ്റ് ജോബിൽ പ്രൈവറ്റ് ജോബ് കൊടുക്കാവുള്ളൂ പറഞ്ഞത്. അതായത് പ്രൈവറ്റ് കമ്പനി, ഇപ്പം നമ്മളൊക്കെ നടത്തുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്. ഇപ്പൊ ഇവിടെ എനിക്കൊരു തമിഴ്നാടുകാരനെ ഇവിടെ ജോലിക്ക് വെച്ചുകൂടാ, മലയാളി തന്നെ വെക്കണമെന്നാണ് ഒരു നിയമം വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷെ ആ നിയമം ഒരിക്കലും കോടതിയിൽ നിലനിൽക്കത്തില്ല. കാര്യം അത് റൈറ്റ് ടു ഇക്വാലിറ്റിക്കും റൈറ്റ് ടു ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ ഇന്ത്യയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് കുറെ എണ്ണമുണ്ട്, അതിനൊക്കെ എഗെയിൻസ്റ്റ് ആണ്. അപ്പൊ ഇത് ചുമ്മാ ആൾക്കാരെ കണ്ണിപ്പൊടി വിടാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടി ചെയ്യുന്നത്. ഇത് എവിടെയൊക്കെ ഏതൊക്കെ സ്റ്റേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടോ അവിടെ എല്ലാം ഇത് കോൺസ്റ്റിറ്റ്യൂഷണലി ഇൻവാലിഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹൈക്കോർട്ട് തന്നെ ഇത് റിജക്ട് ചെയ്യും, സ്ക്രാപ്പ് ചെയ്യും. പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരും വരില്ല. അപ്പൊ ഈ ഇടയ്ക്ക് ഹരിയാനയിൽ ഇത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അപ്പൊ എന്താ ജാർഖണ്ഡിൽ സ്റ്റേ ചെയ്തു. പിന്നെ ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ അനന്ത നാഗേശ്വരന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇവിടെ കാണാം. അതിന് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമൊന്നുമില്ല. അപ്പം പിന്നെ ഇന്ത്യയുടെ IIP ഫിഗേഴ്സ് പുറത്തു വന്നിട്ടുണ്ട്. IIP എന്താണ്? ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. IIP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഈസ് ദ മെഷർ ഓഫ് India's industrial efficiency in each and every month. How India's industries are performing, whether it is growing or decelerating, that can be ascertained from IIP index of industrial production. Okay, so India's index of industrial production is good. In the last month it actually attained some growth as compared to previous months. That's a good news for India, because always India is looking for expansion of activities in industrial sector, manufacturing or service, whatever it may be, it should expand. അതാണ് എപ്പോഴും നല്ലതെന്ന് പറഞ്ഞത്. അപ്പൊ അത് IIP ഫിഗേഴ്സ് ഇപ്പൊ എക്സ്പാൻഡ് ചെയ്തേക്കാണ്. പിന്നെ NCLT നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, NARCL നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ്, ഇതൊക്കെ എന്താണെന്ന് പഠിച്ചു വെച്ചേക്കണം. NCLT നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, NARCL നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ്, ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിയാം. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല, കാര്യം ഞാൻ ഇന്നിപ്പം ക്ലാസ് തുടങ്ങി കുറച്ച് ലേറ്റ് ആയാണ്. അപ്പൊ അത് പിന്നെ ഒരു ദിവസം പറഞ്ഞുതരാം. CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഫെയർ ട്രേഡ് റെഗുലേറ്റർ. CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഫെയർ ട്രേഡ് റെഗുലേറ്റർ. പിന്നെ ഇന്റർനാഷണൽ പേജിലേക്ക് പോകുന്ന നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, ഡൊണാൾഡ് ട്രംപ് സെലക്ടഡ് ആസ് ടൈം മാഗസിൻസ് പേഴ്സൺ ഓഫ് ദ ഇയർ. Time magazine is the number 1 political magazine in the world, published from USA, United States of America. Each and every year they select Time magazine person of the year at the end of that year. December is the end of 2024. So they announced the Time magazine's person of the year, and this year Donald Trump, newly elected president of USA, is the person of the year, Time magazine person of the year. പിന്നെ വേറെ എന്താണ്, എല്ലാ അവസ്ഥയും പോലുള്ള കാര്യങ്ങൾ തന്നെ. സിറിയയിലെ കാര്യങ്ങളും സൗത്ത് കൊറിയയിലെ കാര്യങ്ങളും തൈവാനും ഒക്കെ തന്നെയാണ്. അടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ ഗുഗേഷിന്റെ സക്സസിനെ കുറിച്ചാണ് 1-2 പേജിൽ. അവിടെ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒന്നും പറയാനില്ല. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ വേറെ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ദിവസം കാണാം. താങ്ക് യു.